കേരള പ്രവാസി സംഘം 7ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി പതാക ദിനം ആചരിച്ചു. ഓഗസ്റ്റ് 7, 8, 9 തീയതികളിൽ മലപ്പുറം തിരൂരിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. നെന്മാറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പതാക ദിനാചരണ പരിപാടി ഏരിയ പ്രസിഡന്റ് അബ്ബാസ് നെന്മാറ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയാം, 2002 കോഴിക്കോട് വെച്ച് തുടങ്ങിയ നമ്മുടെ സംഘടന കാൽനൂറ്റാണ്ട് പിന്തുടരുന്നത്. വരുന്ന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ പതാക ദിനം ഓരോ യൂണിറ്റിലും ഓരോ വില്ലേജ് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഏരിയ അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും നടത്തിക്കൊണ്ട് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് 7ാമത് സംസ്ഥാന സമ്മേളനത്തിൽ നാം കടന്നുപിടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, നാടിൻ്റെ സമ്പത്താണ് നട്ടലാണെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാർ ഘോരഘോരം പ്രസംഗിച്ച് നടക്കുമ്പോഴും പ്രവാസികൾക്കെതിരെ അവഗണന മാത്രമാണ് നാം ഇന്നിവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയായ പ്രവാസികളെ കേന്ദ്ര ഗവൺമെൻറ് നാളിതുവരെ തോളോട് ചേർന്ന് പ്രവർത്തിക്കുക, അവരുടെ ക്ഷേമത്തിൽ ഇടപെടുക, അന്വേഷണം ചെയ്യുന്നില്ല. ഈ കേരള പ്രവാസങ്ങൾ രൂപീകരിച്ചുകൊണ്ട് കേരള സർക്കാരിൽ നിന്ന് മാത്രമേ നമുക്ക് പെൻഷനുകളും മറ്റ് ആനുകൂല്യം കിട്ടുന്നുള്ളൂ. നിർഭാഗ്യവശാൽ മാറി വന്ന ഇപ്പോഴത്തെ UDF ഗവൺമെൻറ് നമുക്ക് പെൻഷനോ മറ്റ് ആനുകൂല്യമോ നൽകുന്നതിൽ താൽക്കാലികം മറ്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രവാസി സംഘം നെന്മാറ യൂണിറ്റ് പ്രസിഡന്റ് കബീർ ഹാജി അധ്യക്ഷനായി. സുരേഷ് അനന്തരാമൻ, സൗമ്യ സുരേഷ്, സെബാസ്റ്റ്യൻ എ, രാജൻ വി എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.